തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇവിടുത്തെ ഹാപ്പനിങ് നൈറ്റ് ലൈഫ് ആയിരിക്കും. അപ്പോൾ അത് അതിൻ്റെ പീക്കിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പട്ടായയിൽ ഇന്നത്തെ നമ്മുടെ അവസാനത്തെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും അതേപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. തായ്ലാൻഡിലൊരു ടാക്സിയാണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെ തായ്ലാൻഡുകാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും നമ്മൾ ടൂറിസ്റ്റ് വരുമ്പോഴും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ടുക് ടുക് എന്ന് പറഞ്ഞ വെഹിക്കിളാണ്. നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തായ്ലൻഡ് യാത്ര ചെയ്യാൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നോക്കിയ വിചിത്രമായ ഒരു ഐറ്റം കണ്ടു. പിങ്ക് കളറിലുള്ള ഒരു മുട്ട, കോഴിമുട്ടയാണോ എന്താണെന്നറിയില്ല, ഇനി ഇവർ പെയിൻ്റ് അടിച്ച് വെച്ചാണോ എന്നും അറിയില്ല. ഇതുണ്ടോ, കോക്രോച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര അറപ്പോടെയാണ് ഇതിനെ കാണുക. പക്ഷേ ഇവരിതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് കാലം മുമ്പ് നമ്മുടെ അവിടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി നിന്നിരുന്ന ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു സ്റ്റാൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടു. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് കഞ്ചാവ് ലീഗലൈസ് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ 10 ഷോപ്സ് ഉണ്ടെങ്കിൽ അതിൽ 2 കാനബിസ് ഷോപ്സ് ആയിരിക്കും. ഇനി നിങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിലാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ഷോപ്സിൻ്റെ എണ്ണമൊക്കെ കൂടും കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ ലാസ്റ്റ് തായ്ലാൻഡിൽ അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാനും ട്രൈ ചെയ്യാനൊക്കെ പറ്റും. പാറ്റിയും പുഴുവും പുൽച്ചാടി അടക്കം ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പാതി സാധനങ്ങളൊക്കെ എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇതുപോലത്തെ ഐറ്റംസ് മാത്രമല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് ഫുഡും ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് സീ ഫുഡാണ്. സീ ഫുഡ് തായ്ലൻഡിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതൊരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സീ ഫുഡൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് തായ്ലാൻഡ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരുടെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാതെ പോയാൽ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു ഐറ്റം നമ്മൾ നോക്കി അവസാനം കണ്ടുപിടിച്ചത് ഷ്രിംസ് ആണ്. ഇതുവരെ ഷ്രിംസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അത് ട്രൈ ആക്കി നോക്കാൻ പോവുകയാണ്. വാക്കിംഗ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറേഷന് മാത്രമല്ല, ഷോപ്പിംഗ് ചെയ്യാനും പറ്റിയൊരു സ്പോട്ടാണ്. നിങ്ങൾ ലാസ്റ്റ് ദിവസമൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഷോപ്പിംഗ് ഒക്കെ ഇവിടെ നിന്ന് നടത്തി പോകാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ, തായ്ലൻഡിൻ്റെ തനതായ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വരികയാണെങ്കിൽ വൈകുന്നേരം 7 മണി മുതലാണ് ഈ ഒരു സ്ട്രീറ്റ് ഓണായി തുടങ്ങുക. രാത്രി ഫുള്ള് ആക്റ്റീവ് ആയിരിക്കും. പുലർച്ചെ 3 മണി വരെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സമയത്ത് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ്, സ്ട്രീറ്റ് ഫുഡ്സ്, ലൈവ് മ്യൂസിക് ഷോ, ബിയർ ബാർ, നൈറ്റ് ക്ലബ്ബ്, ഡിസ്കോത്തെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. വാക്കിംഗ് സ്ട്രീറ്റിന് മറ്റൊരു മുഖം കൂടെയുണ്ട്. പട്ടായയുടെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്നാണ് വാക്കിംഗ് സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. നോർമലി തായ്ലാൻഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തായ്ലാൻഡിനെ കുറിച്ച് ഒരുപാട് വിയർഡായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. തായ്ലാൻഡിൻ്റെ ആ ഒരു ഫേസ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റ് ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. തായ്ലാൻഡ് സീരീസിൽ നമ്മൾ ഇത് കൂടാതെയും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.